അവിടെ വോട്ട് ചെയ്യാൻ ആളുകൾക്ക് പേടിയായിരുന്നു. ഇത്തവണ ഇലക്ഷൻ കമ്മീഷൻ 2-3 കാര്യങ്ങൾ ചെയ്തു. ഒന്ന്, കേന്ദ്രസേന ഇറക്കി 2.5 ലക്ഷം എന്ന് പറയുന്നത് കേട്ടോ. മമതാ ബാനർജിയുടെ അലിഗേഷനാണ്, എത്രയാണെന്ന് എനിക്ക് വ്യക്തമായിട്ട് അറിയില്ല. അവർ പറയുന്നത് 2.5 lakhs കേന്ദ്രസേന ഇറക്കുന്നു. അപ്പോൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്രസേനയാണ്. അവിടെ ഒരു കള്ളത്തരവും ഒന്നും അനുവദിക്കുകയില്ല. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേന്ദ്രസേനയാണ്, ബംഗാളികൾ പോലും അല്ല. അപ്പോൾ അവർ ബൂത്തിൻ്റെ മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് അവരുടെ കയ്യിലാണ്. നമ്പർ 2, മോട്ടോർ സൈക്കിൾ റാലി നിരോധിച്ചു. തെരഞ്ഞെടുപ്പിന് ഒരു 3 ദിവസം മുമ്പ് തന്നെ മോട്ടോർ സൈക്കിൾ റാലി നിരോധിച്ചു. മോട്ടോർ സൈക്കിളിൽ പില്യൻ റൈഡറിനെ നിരോധിച്ചു. മോട്ടോർ സൈക്കിളിൽ ഒരാളെ പറ്റുള്ളൂ, ആ രീതിയിലാക്കി. അപ്പോൾ TMCയുടെ ഒരു പരിപാടിയായിരുന്നു മോട്ടോർ സൈക്കിളിൽ പോയി ആൾക്കാരെ ഭീഷണിപ്പെടും. ചെറിയ ഗലിയിലൊക്കെ മോട്ടോർ സൈക്കിളിൽ കയറി ചെല്ലുള്ളൂ, വണ്ടിയൊന്നും കയറി ചെല്ലും. പിന്നെ 2 ആൾ മതി ഭീഷണിപ്പെടുത്താൻ. ഒരു ഗലിയുടെ ഉള്ളിൽ കയറിയിട്ട് അവിടുത്തെ ചെറിയൊരു കട, പാനൊക്കെ വിൽക്കുന്നു, അവിടെ ഈ മോട്ടോർ സൈക്കിൾ നിർത്തിയിട്ട് ഒരു ചുമ്മാ അവിടെ നിൽക്കും. അതിലെ ഒരു മനുഷ്യൻ വോട്ട് ചെയ്യാനായിട്ട് പുറത്തിറങ്ങുന്നത്. ഇതൊക്കെയായിരുന്നു ഇവരുടെ പരിപാടി. അപ്പോൾ അത് കുറേ അധികം, ഇതുകൊണ്ടൊന്നും കുറയൊന്നൊന്നുമല്ല, നിന്നു പോകുമെന്നല്ല, കുറേ അധികം TMCയുടെ ഇത്തരം ബലപ്രയോഗം. ഇത് വലിയ കാര്യമല്ല കേട്ടോ. ഇത് CPM ചെയ്തുകൊണ്ടിരുന്നു. CPM പോയപ്പോൾ അവരെല്ലാം മമതയുടെ കൂടെ കൂടി അവർക്ക് ഈ ടെക്നിക്ക് വളരെ സ്വാഭാവികമായിട്ട് ചെയ്യാനറിയാം. അപ്പോൾ ഇത്തരം നിയന്ത്രണങ്ങളൊക്കെ വന്നതോടെയാണ് ഈ പോളിംഗ് ശതമാനം വർദ്ധിച്ചത്.